Mr. David? Cash, please. അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോൾ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുമോ? ആളുകളെ നീ കൂടുതൽ സംസാരിക്കരുത്. എടോ പണിക്കർ ഡോക്ടറെ, അവന്റെ ബർത്ത്ഡേ അവന്റെ രീതിയിൽ അങ്ങ് ആഘോഷിക്കും. നീ മിണ്ടരുത്, നീ നേരെ ആവത്തില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അവൻ ചാവാത്താന്നോ അതോ ചത്തെന്ന് പറഞ്ഞ് പരസ്യം അവൻ ചത്ത് കാണാനുള്ളൂ എനിക്ക്. നിങ്ങൾ മുതിർന്ന ആൾക്കാരൊക്കെ എങ്ങനെ തുടങ്ങിയാലോ? സമാധാനായിട്ട് കുടിക്കേ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. വെറുതെ അടിച്ചേ അസെ സ്വന്തം മരണം കേട്ടറിഞ്ഞു വരുന്നവരെ കാണാനുള്ള ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ഇട്ടതല്ലേ പരസ്യം. ഒരു മരണക്കളി ശരിക്കും അടാറ് പരിപാടിയായിപ്പോയി. ഞാനങ്ങ് ത്രില്ലടിച്ചിട്ടെ ഹോ ജയന്റ് വീലിൽ കയറിയ ഫീലായിരുന്നു. നമ്മൾ ഡെഡ് ബോഡി ആയാൽ ഏതൊക്കെ ബോഡീസ് കാണാൻ വരുമെന്ന് ഒരു സെൻസസ് എടുത്താൽ പിടികിട്ടും. പക്ഷെ പിടി കിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ. വെണ്ണിമലയെന്ന് കത്രീനാമ്മ വന്നിരുന്നു. ഒട്ടും വയ്യ, സുന്ദരി കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 83. കൊച്ചുമോനെയും കൂട്ടിയാ വന്ന്. പിന്നെ ദാസ്, കണ്ണ് കാണാൻ വയ്യ, ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരന് തീവണ്ടി ദാസ്. പിന്നെ എന്മകജയെന്ന് ചന്ദ്രൻ. എല്ലാവരും ഇഷ്ടം പോലെ തല്ലി. ഇനി അടി കിട്ടാൻ ഈ ബോഡിയിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. സ്നേഹം കൊണ്ടാ അസേ, നിങ്ങളെപ്പോലെ എല്ലാവർക്കും മുഴിഞ്ഞ സ്നേഹ. ഇനി പറ, ചത്തുപോയ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? വിഷമിപ്പിച്ചതിന് ഞാൻ എന്നാ തരണ്ടേ? പറ, ഇനി അടിക്കണം? അടിച്ചോ. കുറെ ആളുകൾ വന്നു. വന്നവരൊക്കെ അവൻ തന്നെ വാറ്റിയ ഡ്രിങ്ക് അടിച്ച് വെളുക്കം വരെ പാട്ടും തീനുമായിരുന്നു. The celebration of death. എന്താ പേടിച്ചു പോയോ? അപ്പോ അവൻ താമസിച്ചെടുത്താ താമസം അല്ലേ? ഓക്കെ. അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ചിലർ ബെൽജിയത്തിൽ നിന്ന്, ചിലർ ബാംഗ്ലൂരിൽ നിന്ന്, ചിലർ ഓഫണേജിൽ നിന്ന്. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു.
പക്ഷെ ആദ്യമായിട്ടാ ഒരു പെങ്കൊച്ച് അവനെ അന്വേഷിച്ചു വരുന്നത്. എന്നാ ശരി. അതെ, ഇങ്ങനെ ഒരു ഇൻസൈൻ പാർട്ടി തപ്പി നടക്കുന്ന വിവരം അവനറിയോ? അറിയില്ല.